പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ തുടരും. രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും ശനിയാഴ്ച പരിഗണിക്കും. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുക. എസ് ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, വിശദാംശങ്ങൾ. ആര്യ, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം. ഈ കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ രഞ്ജിത്തിന് നേരത്തെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരുന്നത്. രഞ്ജിത്ത് ഇനിയും 3 ദിവസം ജയിൽ തുടരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശനിയാഴ്ചയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ അന്ന് കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് രഞ്ജിത്ത് ജാമ്യാപേക്ഷയും ഫയൽ ചെയ്തിരുന്നത്. ആ ജാമ്യാപേക്ഷയും ശനിയാഴ്ച തന്നെ പരിഗണിക്കാനാണ് ഇപ്പോൾ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും രഞ്ജിത്ത് മുന്നോട്ട് വയ്ക്കുന്ന വാദം ഈ പരാതി, അതായത് യുവനടിയുടെ പരാതി വ്യാജമാണെന്നുള്ളതാണ്. തനിക്ക് നിരവധി ശത്രുക്കളുണ്ട്. അങ്ങനെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പരാതി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നടി ഒരു ഘട്ടത്തിലും ICCക്ക് മുന്നിൽ പരാതി ഉന്നയിച്ചിട്ടില്ല. ഒപ്പം തന്നെ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ബലം പ്രയോഗിക്കാനുള്ള ശാരീരിക കരുത്ത് ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് രഞ്ജിത്ത് ജാമ്യാപേക്ഷയിൽ വാദിക്കുകയും ചെയ്തിരുന്നത്. ഒപ്പം തന്നെ താൻ നിരപരാധിയാണ്, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നുള്ളത് കൂടിയാണ് രഞ്ജിത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ജാമ്യാപേക്ഷയും ശനിയാഴ്ച തന്നെയാണ് കോടതി പരിഗണിക്കുക. വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ നേരത്തെ ചുമത്തിയിരുന്നത്. അതായത് BNS 74, 75, 79 വകുപ്പുകൾക്ക് പുറമെ 127 വകുപ്പ് കൂടി ചുമത്തുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് രഞ്ജിത്തിന്, അതായത് നേരത്തെ വനിതാ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. അതിൽ തന്നെ രഞ്ജിത്തിനെതിരെ ചില തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുകയും ചെയ്തിരുന്നു. ഈ സംഭവം നടന്നത് എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ്. അവിടുത്തെ ഒരു കാരവനിലേക്ക് യുവനടിയെ വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം കാട്ടിയെന്നുള്ളതായിരുന്നു പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യുവനടിയുടെ പരാതിയിൽ പറയുന്ന ദിവസം, സമയം, ആ ദിവസം ഈ 2 പേരും ഒരുമിച്ചുണ്ടായിരുന്നു എന്നതിന്റെ സാഹചര്യ തെളിവുകളടക്കം പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ഡീറ്റെയിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരുന്നതാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാരവനാണ്. അതായത് ഇനി രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് ഈ കാരവൻ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ അത് കണ്ടെത്തിക്കൊണ്ടുള്ള തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. അതെല്ലാം തന്നെ ഇനി ശനിയാഴ്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തിലാണ് അവർ ഉണ്ടായിരുന്നത്. രഞ്ജിത്തിന് യാതൊരു വിധത്തിലും ജാമ്യം ലഭിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. കാരണം ആ വിധത്തിൽ തന്നെ തെളിവുകൾ ശേഖരിക്കുകയും ഒപ്പം തന്നെ നേരത്തെ രഞ്ജിത്തിനെതിരെ ഉണ്ടായിരുന്ന കേസുകളടക്കം പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്, റിമാൻഡ് റിപ്പോർട്ടാണ് കോടതികൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് 2 പരാതികൾ, നേരത്തെ ബംഗാളി നടിയുടെ പരാതികൾ രഞ്ജിത്തിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിന് പുറമെ തന്നെ മറ്റൊരു യുവാവ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി രഞ്ജിത്ത് എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരാതികൾക്ക് ശേഷമാണ് ഈ പരാതി കൂടി വന്നതെന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും ശനിയാഴ്ചയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുക. ഓക്കെ, എസ് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.